പറയാൻ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദത് പറയാനും കേൾക്കാനും വേണ്ടി ഇവിടെ എല്ലാവരും എത്തിയതിന് എന്റെ സലാം ഉണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തെറ്റിന്റെ കാലമാണ്. പാപ്പ മോനോട് മിണ്ടൂല, മോന് ഉമ്മാനോട് മിണ്ടൂല, അയൽക്കാരെ പരസ്പരം കാണൂല, ചേട്ടനും അനിയനും തമ്മിൽ തല്ലുമായിരുന്നു, ആകെ ചകപോകയായിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, അത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, നമ്മുടെ നാട്ടിലെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് കേട്ടോ. കുടുംബ ബന്ധം മുറിച്ചാൽ സ്വർഗത്തിലേക്ക് കടക്കൂലാണ്. മഹാനായ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇത്. അതുകൊണ്ട് മിണ്ടാത്തവരൊക്കെ വേഗം കൈകോർത്ത് സലാമത്ത് ആക്കിക്കോളി, ഇല്ലെങ്കിൽ നിങ്ങൾ നരകക്കുണ്ടിൽ കടക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് പിന്നെ കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും. വേദിയിൽ സബ് ജൂനിയർ വിഭാഗം കഥ പറയൽ മത്സരങ്ങൾക്ക് ശേഷം ജൂനിയർ വിഭാഗത്തിന്റെ മദ്ഹ് ഗാന മത്സരം ഉണ്ടായിരിക്കുന്നതാണ്. പങ്കെടുക്കുന്ന ചെസ് നമ്പറുകൾ 311, 411, 412, 413, 414, 415, 511, 512, 514. വിദ്യാർത്ഥികൾ സജ്ജരായിരിക്കുക. നെക്സ്റ്റ് ചെസ് നമ്പർ 502 ഓൺ ദി സ്റ്റേജ്. 502 ഓൺ ദി സ്റ്റേജ്. ഈ വിളിക്കുമ്പോൾ കേറാത്ത ചെസ് നമ്പർ ക്യാൻസൽ ആണ്. നേരത്തെ 502 ക്യാൻസൽ ആക്കേണ്ടതാണ്. ലീഡേഴ്സ് 3 ഗ്രൂപ്പാണ്. സാലിഫ്, ആദിൽ. ഈ 3 ലീഡേഴ്സ് അവരവരുടെ വിദ്യാർത്ഥികളെ പെട്ടെന്ന് തന്നെ സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. അതല്ലാത്ത പക്ഷം മത്സരം ക്യാൻസൽ ചെയ്യുന്നതാണ്. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, മാതാപിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഈ സുന്ദര സുദിനത്തിൽ ഞാനൊരു കഥ പറയാം. അങ്ങ് പുണ്യമദീനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുടെ ശിഷ്യഗണങ്ങൾ നിർത്താതെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ഏത് സമയത്തും ആ ജനങ്ങൾ സ്വലാത്ത് ഉരുട്ടുകൊണ്ടേയിരിക്കും. ജൂത ജനതയ്ക്ക് ഇതത്ര പിടിച്ചിരുന്നില്ല. കാട്ടിൽ വിറക് വെട്ടി നാട്ടിൽ കൊണ്ടുവന്ന് വിറ്റാണ് ആ സ്വഹാബി ജീവിച്ചിരുന്നത്. ഒരു ദിവസം കാട്ടിൽ വിറക് വെട്ടാൻ പ്രവേശിച്ചതോ ജൂത കിങ്കരന്മാർ അദ്ദേഹത്തെ വളഞ്ഞു. മുഹമ്മദിനെ പ്രകീർത്തിക്കുന്ന നിന്റെ നാവ് അരിമട എന്ന് ആക്രോശിച്ച് ആ പരിശുദ്ധ നാവ് അവർ അരിഞ്ഞെടുത്തു. അത്യധികം ദുഃഖിതനായി രക്തം പുരണ്ട നാവും കയ്യിൽ പിടിച്ച് ഒരു സന്നിധിയിലെത്തി. അസ്സലാമു അലൈക്കും. Next chess number 505 on the stage. Last and final chess number 505 on the stage. വേദിയിൽ സബ് ജൂനിയർ വിഭാഗം കഥ പറയൽ മത്സരം കഴിഞ്ഞാൽ ഉടനെ തന്നെ ജൂനിയർ വിഭാഗം മദ്ഹ് ഗാന മത്സരം ആരംഭിക്കാൻ പോകുന്നു. പങ്കെടുക്കേണ്ട ചെസ് നമ്പേഴ്സ് മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടേണ്ടതാണ്. കഥ പറയൽ തുടരുന്നു. ചെസ് നമ്പർ അസ്സലാമു അലൈക്കും. നമ്മുടെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറന്ന മാസമാണല്ലോ റബീഉൽ അവ്വൽ. ഈ പുണ്യമാസത്തിൽ നബിയുടെ കഥ കേൾക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമല്ലേ? എന്നാൽ ഞാൻ ഒരു കഥ പറയാം. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ശിഷ്യന്മാരും കൂടിയിരിക്കുന്ന ഒരു സദസ്സിലേക്ക് ഒരു യാചകൻ കയറി വന്നു. ആ യാചകൻ നബിയോട് പറഞ്ഞു, നബിയെ, എനിക്കും വല്ലതും തരണേ. നബി യാചകനോട് ചോദിച്ചു, നിങ്ങൾ എന്ത് യാചിക്കുന്നു? നിങ്ങളുടെ വീട്ടിലൊന്നുമില്ലേ? ഇല്ല. എന്നാൽ എന്തെങ്കിലും ഒന്നും ഉണ്ടാകുമല്ലോ? അതെ, എൻ്റെ അടുത്തൊരു പുതപ്പും വെള്ളിപ്പാത്രവുമുണ്ട്. എന്നാൽ അത് കൊണ്ടുവരൂ. അങ്ങനെ ആ യാചകൻ സന്തോഷത്തോടെ വീട്ടിൽ പോയി ആ പുതപ്പും വെള്ളിപ്പാത്രവും നബിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. നബി ശിഷ്യരോട് ചോദിച്ചു, ആരാണ് ഇത് വിലക്ക് വാങ്ങാൻ തയ്യാറുള്ളവർ?
അങ്ങനെ ഒരു സ്വഹാബി കൈ നീട്ടി, അത് ഞാൻ 2 ദിർഹമിന് വാങ്ങാം നബിയെ. അങ്ങനെ ആ സ്വഹാബി ആ പുതപ്പും വെള്ളിപ്പാത്രവും വാങ്ങി ആ പാവപ്പെട്ട യാചകർക്ക് മുത്തനബി ആ 2 ദിർഹവും നൽകി. എന്നിട്ട് പറഞ്ഞു, 1 ദിർഹം കൊണ്ട് നിങ്ങൾ വീട്ടിൽ ഭക്ഷണം കൊടുക്കുക, മറ്റു ദിർഹം കൊണ്ട് നിങ്ങൾ മയു വാങ്ങി കാട്ടിൽ പോയി വിറക് വെട്ടി ജീവിക്കുക. അങ്ങനെ ആ യാചകൻ സന്തോഷത്തോടെ തിരിച്ചുപോയി. 2 ആഴ്ച കഴിഞ്ഞു. ആ യാചകൻ നബിയുടെ അടുത്തേക്ക് വീണ്ടും വന്നു. അന്ന് ആ യാചകന്റെ അടുത്ത് 10 ദിർഹങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ മുത്തുനബി ആ യാചകനോട് പറഞ്ഞു, ഈ ദിർഹം കൊണ്ട് നിങ്ങൾ ഒരു പുതപ്പും വെള്ളിപ്പാത്രവും വാങ്ങുക, ബാക്കിയുള്ള ദിർഹങ്ങളൊക്കെ നിങ്ങൾ വീട്ടാവശ്യത്തിന് എടുക്കുക. യാചനയിൽ നിന്ന് മോചനം ലഭിച്ച അദ്ദേഹം സന്തോഷത്തോടെ വീട്ടിൽ പോയി. മുത്തുനബിയെ കുറിച്ചുള്ള ഈ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? മുത്തുനബിയെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇതുവരെ നടന്ന അഫ്ലെമിദ മിലാദ് മിസ്ബാ ആർട്ട് ഫെസ്റ്റ് 2024 54 മത്സരങ്ങൾ 79 പരിപാടിയിൽ നിന്ന് 54 മത്സരങ്ങൾ പിന്നിടുമ്പോൾ 150.51 പോയിന്റുമായി ജമാല ഗ്രൂപ്പ് 3-ാം സ്ഥാനത്തും 187 പോയിന്റുമായി അമാന ഗ്രൂപ്പ് 2-ാം സ്ഥാനത്തും 196 പോയിന്റുമായി ജലാല ഗ്രൂപ്പ് 1-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇതാ ലീഡ് വ്യത്യസ്തമായിക്കൊണ്ട് വ്യത്യസ്തമായിക്കൊണ്ട് ഗ്രൂപ്പിന് ചെഞ്ചാട്ടത്തോടു കൂടി മുന്നോട്ട് നിൽക്കുന്നു. മലയാള സീനിയർ വിഭാഗം മലയാള പ്രസംഗ മത്സരം ഇതാ റിസൾട്ട് അറിവായിരിക്കുന്നു. ഫസ്റ്റ് പ്രൈസ് goes to 324 ജമാല ഗ്രൂപ്പ്. സെക്കൻഡ് പ്രൈസ് goes to 322 ജമാല ഗ്രൂപ്പ്. തേർഡ് പ്രൈസ് goes to 325 ജമാല ഗ്രൂപ്പ്. 3 ലീഡും ജമാല ഗ്രൂപ്പ്. ഇതോടുകൂടി 151 3-ാം സ്ഥാനം നിർത്തിയിരിക്കുന്നു ജമാല ഗ്രൂപ്പ്. 160ലേക്ക് കുതിച്ചുയർന്നിരിക്കുന്നു. 3-ാം സ്ഥാനം ജമാല ഗ്രൂപ്പ്. സെക്കൻഡ് അമാന 187 പോയിന്റുമായി അമാന ഗ്രൂപ്പ്. 196 പോയിന്റുമായി വിട്ടുതരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജലാല ഗ്രൂപ്പ് 1-ാം സ്ഥാനം നിർത്തിയിരിക്കുന്നു. വേദിയിൽ അടുത്തതായി മദ്ഹ് ഗാനം ജൂനിയർ വിഭാഗം മദ്ഹ് ഗാന മത്സരമാണ് ആരംഭിക്കുന്നത്. അതിന് മുൻപായിട്ട്